എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി എനിക്ക് ഈ സിനിമ ചെയ്തെങ്കിലും എനിക്ക് സിനിമയുടെ ഫുൾ സ്റ്റോറി എനിക്കറിയില്ല. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. സുനിലേട്ടനോട് ആദ്യമേ ഞാൻ താങ്ക്സ് പറയാണ്. ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ റിലീസാവുന്ന ഫസ്റ്റ് മൂവി ഇതാണ്. അപ്പോൾ എന്നെ വിശ്വസിച്ച് എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം, നിഷ ഇത് കുറച്ചൊരു സ്ട്രോങ് പരിപാടിയാണ്, ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സത്യത്തിൽ ഞാനപ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ലക്കാണല്ലോ. സോ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ സുനിലേട്ടന് ഒരുപാട് നന്ദി. പിന്നെ രവി ചീഫ് അസോസിയേറ്റ് രവി വാസുദേവ്, രവിചേട്ടനാണ് എന്നെ സുനിലേട്ടന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ രവിചേട്ടന് ഒരുപാട് നന്ദി. പിന്നെ അഭിലാഷ് ചേട്ടൻ വിഷ്വൽസൊക്കെ കണ്ട് ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചത് അഭിലാഷ് ചേട്ടനാണ്, ഒരുപാട് നന്ദി. പിന്നെ ശ്രീജിത്തേട്ടൻ നമ്മുടെ കൂടെ നല്ല ഒരുമിച്ച് കൂടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ശ്രീജിത്തേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റി. നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ. ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷേട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. എന്നോട് വിളിച്ച് ചോദിച്ചൊരു കഥാപാത്രം കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഒരു 1 ലൈൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട് കഥകളിലൂടെയും, പിന്നെ ഒരു ഷോർട്ട് ഫിലിം, അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത്. അങ്ങനെയും കേട്ടു. അപ്പം ഈ ഒരു കഥയോടൊരു പ്രേക്ഷകൻ നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കഥാപാത്രം എന്താണെന്ന് ഫുള്ളും പറഞ്ഞിരുന്നില്ല, സീൻസോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇതുപോലെ ഒരു ക്യാരക്ടറാണ്, വന്ന് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചോദിച്ചു. ചെന്നു, കോസ്റ്റ്യൂമിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടെന്ന്, ഇതാണ് കോസ്റ്റ്യൂം, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾക്ക് പറഞ്ഞു തരും, നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോഴും ഞങ്ങൾ സ്റ്റോറി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ രവിചേട്ടന് ഒരുപാട് നന്ദി. രവിചേട്ടൻ്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സെറ്റിലെത്തുമ്പോഴാണ് രവിചേട്ടനും ഇതിൽ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം വിജയിപ്പിക്കുക, കാണുക. ശ്രീജിത്തേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതും ഭയങ്കര ഈസി ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്രൂ മെമ്പേഴ്സ് ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അഭിലാഷ് ചേട്ടൻ, ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും പടം എല്ലാവരും കാണുക, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.